എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷംജി ഷാജഹാൻ, റാഫാറോമ ഹോസ്പിറ്റലിലെ ദന്തരോഗ വിഭാഗത്തിൽ ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി സ്പെഷ്യലിസ്റ്റാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സ്മൈൽ കറക്ഷനെ പറ്റിയാണ്. സ്മൈൽ ഡിസൈനിങ്. എല്ലാവർക്കും ചിരിക്കാൻ ഇഷ്ടമാണല്ലേ? പല്ലൊക്കെ കാണിച്ച് നല്ല പുഞ്ചിരിക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. നല്ല പല്ല് കാണിച്ച് ചിരിക്കാൻ, ഫോട്ടോ വയ്ക്കാം. പക്ഷേ പല്ലിൻ്റെ ഇടയിൽ വിടവുണ്ടെങ്കിൽ ചിരിക്കാൻ നിങ്ങളെ കോൺഫിഡൻസ് അങ്ങോട്ട് അനുവദിക്കുന്നുണ്ടാവില്ല അല്ലേ? അതിനുള്ളൊരു സൊല്യൂഷനാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. പല്ലുകൾക്കിടയിലെ വിടവുകൾ, പ്രത്യേകിച്ച് നമ്മുടെ ഫ്രണ്ടിലത്തെ 2 പല്ലിൻ്റെ ഇടയിൽ വലിയൊരു വിടവൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളാകെ ആ സെൽഫ് കോൺഫിഡൻസ് ഒന്നും കിട്ടില്ല നമുക്കങ്ങനെ സംസാരിക്കാൻ പോലും. നിങ്ങൾ ആരും അതിന് വിഷമിക്കേണ്ട. അതിന് പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരോട് പറയുക, നിങ്ങൾ ഫുള്ള് ക്യാപ്പ് ഇട്ട് അത് ക്ലോസ് ചെയ്യണം ആ സ്ഥലം, അതല്ലെങ്കിൽ കമ്പി ഇട്ട് കറക്റ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളതാണ്. എന്നാൽ നമുക്കിപ്പോൾ അതിനുള്ള ന്യൂ ആയിട്ട് പല ടെക്നിക്സുകളുണ്ട്. നമുക്ക് കോമ്പോസിറ്റ് കൊണ്ട് പല്ല് പോലെ തന്നെ ആക്കിയെടുക്കാൻ പറ്റും. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് പല്ലാണെന്ന് തന്നെ പറയുള്ളൂ. ഒരാൾക്കും അത് അങ്ങോട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പോലും അറിയാൻ പറ്റില്ല. ഇനി അതല്ല എന്നാണെങ്കിൽ വെനീറിങ്സ് ഉണ്ട്. നമ്മുടെ പല്ലുകളുടെ ആ ഗ്യാപ്പ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഫുൾ ക്യാപ്പിംഗ് അല്ല, നമ്മുടെ മുന്നിലത്തെ മാത്രമായിട്ടുള്ള ഒരു പോർഷൻ നീക്കം ചെയ്തിട്ട് നമ്മൾ അവിടെ ഇട്ട് കൊടുക്കുന്നതായിട്ടുള്ള ക്യാപ്പിങ്സ് ആണത്. വെനീറിങ് എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റും. ഇനി ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ല, വലിയൊരു വിടവാണെങ്കിൽ മാത്രം നമുക്കത് ഓർത്തോ കറക്ഷൻ ചെയ്തതിന് ശേഷം ചെറിയൊരു സ്പേസിങ്ങേ ഉള്ളെങ്കിൽ ആ ഒരു ഏരിയ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ കോമ്പോസിറ്റ് വെച്ച് ബിൽഡപ്പ് ചെയ്യുകയോ അതല്ലെങ്കിൽ വെനീറിങ് ചെയ്യുകയോ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഇതിനുള്ള കാരണം എന്തായിരിക്കും? നിങ്ങൾ എപ്പോഴും നോക്കിയിട്ടുണ്ടായിരിക്കും, മേളിലൊരു വള്ളിയുണ്ട് നമ്മുടെ ചുണ്ടിൻ്റെ അടിയിലായിട്ടുള്ള. ഈ വള്ളി അത് നമ്മൾക്ക് ഉള്ളിലായിട്ട് ഇൻസിസി പാപ്പില്ല എന്ന് പറയും. അത് ശരിക്കൊരു മസിൽസ് ആണ് ഈ വള്ളി എന്ന് പറഞ്ഞാൽ. അപ്പം ആ പറയുന്ന ഫ്രിനം കുറച്ചുകൂടെ കട്ടി കൂടി താന്ന ലെവലിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ ഈ പറയുന്ന 2 പല്ലിൻ്റെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്കിത് എപ്പോഴും തള്ളിക്കൊണ്ടിരിക്കും. ഈ ഫോഴ്സ്, ആ മസിൽസിൻ്റെ ഫോഴ്സ് കാരണം. അതുകൊണ്ടാണ് പൊതുവെ എപ്പോഴും നമുക്ക് പല്ലിനിടെ ആ ഗ്യാപ്പ് നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കേസസിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഫ്രെനക്ടമി എന്ന് പറയും. ഫ്രെനക്ടമി എന്ന് വെച്ചാൽ ആ മസിലിനെ കട്ട് ചെയ്ത് നീക്കം ചെയ്യുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയറാണ്. അങ്ങനെ നീക്കം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മസിലിൻ്റെ ആക്ഷനോട് ഉണ്ടാവത്തില്ല. നമ്മൾ അതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ കോമ്പോസിറ്റ് കൊണ്ട് ബിൽഡപ്പ് ചെയ്യോ, വെനീറിങ് ചെയ്യോ, ക്യാപ്പിങ് ചെയ്യോ, എന്ത് തന്നെ ചെയ്താലും അതവിടെ പെർമനൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. ഇനി ചില കേസസിൽ നമ്മൾ ഫിക്സഡ് ഓർത്തോ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു. അതായത് മുത്ത് പിടിപ്പിച്ച കമ്പികൾ കൊണ്ട് നമ്മൾ അത് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം തീർച്ചയായിട്ടും ഒരു ലിംഗ്വൽ റീറ്റെയ്നർ നിങ്ങൾ ഇടേണ്ടതാണ്. എന്താ ലിംഗ്വൽ റീറ്റെയ്നർ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആയിട്ട് നിങ്ങളുടെ ഉൾ സൈഡിൽ, അതായത് കാണുന്ന വശത്തല്ല, നിങ്ങളുടെ ഉൾ സൈഡിൽ നമ്മൾ കമ്പി കൊണ്ട് തന്നെ ഒട്ടിച്ച് നമ്മൾ അത് ഒരു ഫിക്സഡ് ആയിട്ട് വായിക്കാത്ത എടുത്തു മാറ്റാൻ പറ്റുന്നതല്ല. അങ്ങനെ ഒരു റീറ്റെയ്നർ ഇട്ട് കൊടുത്താലും നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിന് ഒരു കംപ്ലീറ്റ്ലി ഒരു സൊല്യൂഷനായിട്ട് മാറലുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് ഫ്രണ്ടിലത്തെ മിഡ് ലൈൻ ഡയസ്റ്റമിയെ പറ്റിയാണ്. ഇതല്ല, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സ്പേസസ് ഉണ്ട് പല്ലുകളുടെ ഇടയിൽ. അതായത് പല്ലിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്പേസിങ് ഉണ്ടെങ്കിൽ ഓർത്തോ കറക്ഷൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യുകയോ, അതല്ല നമ്മൾ ചെറിയ ചെറിയ സ്പേസിങ്സേ ഉള്ളൂ എങ്കിൽ നമുക്ക് അതിനെ വേണമെങ്കിൽ ഈ ബിൽഡപ്പ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതോ ആണ്. അതാണ് ശരിക്കും നമ്മൾ സ്മൈലിങ്ങിനകത്ത്. പിന്നെ അതല്ല, നമുക്ക് 1-2 പല്ലുകൾ ഫുള്ളായിട്ട് ഓർത്തോ ഒന്നും ചെയ്യേണ്ട, ഒരു പല്ലിൻ്റെ മുകളിലായിട്ട് ഒരു പല്ല് ഇച്ചിരി കയറി നിൽക്കുന്നതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചില കേസസിൽ അതിനെ റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പിങ് ചെയ്യുന്നതിലൂടെ, പ്രത്യേകിച്ച് നമ്മുടെ സിർക്കോണിയത്തിൻ്റെ ക്യാപ്സ് അവൈലബിൾ ആണ്. സിർക്കോണിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ പല്ലിൻ്റെ തന്നെ കളറിലാണ്. അത് എല്ലാ വശത്തും, ക്യാപ്പിൻ്റെ ഉൾസൈഡിലും പുറത്തും എല്ലാം നമുക്ക് പല്ലിൻ്റെ കളർ തന്നെയാണ്. അത് ഇളകിപ്പോകുന്നതോ അങ്ങനെ ഒന്നും നിങ്ങൾക്ക് പേടിക്കേണ്ടതായിട്ടുള്ളതല്ല. അങ്ങനെയുള്ള ക്യാപ്പിങ്സ് റൂട്ട് കനാലിന് ശേഷം ചെയ്ത് നമുക്ക് ആ സ്മൈലിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഫിക്സഡ് ഓർത്തോ ഇല്ലാതെ തന്നെ. ഇതെല്ലാം കേസ് ടു കേസ് ഡിഫറെൻ്റ് ആണ്. നിങ്ങളൊരു ഡെന്റിസ്റ്റിനെ കാണുമ്പോഴത്തേക്ക് അവർ ആ കേസ് അസസ് ചെയ്തതിന് ശേഷമാണ് ഇതിൽ ഏതാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് തോന്നുക. ഇപ്പോൾ ചിലപ്പോൾ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്കിപ്പോൾ കോമ്പോസിറ്റ് ബിൽഡപ്പ് ആണെങ്കിൽ അടുത്തൊരാൾക്ക് അത് ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പം അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ആ സ്മൈൽ കറക്ഷനകത്ത് അല്ലെങ്കിൽ സ്മൈൽ ഡിസൈനിങ്ങിനകത്ത് വരുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് അറിയായിരിക്കും ഏറിയും കുറഞ്ഞും ഒക്കെ നിങ്ങളുടെ പല്ലുകൾ നിൽക്കുന്നു, നേരെ തെറ്റി നിൽക്കുന്ന പല്ലുകൾ ഫ്രണ്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് മസ്റ്റായിട്ട് ഫിക്സഡ് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് തന്നെ ചെയ്യണം. അതിലൂടെ നിങ്ങൾക്ക് സ്മൈൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. പിന്നെ ചില സമയങ്ങളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോണ കാട്ടിയുള്ള ചിരി, അതും നമ്മുടെ സ്മൈലിനകത്ത് തന്നെ വരുന്നതാണ്. മോണ കാട്ടി നമ്മൾ ചിരിക്കുമ്പോഴത്തേക്ക് ഗമ്മി സ്മൈൽ എന്ന് പറയും. നമ്മൾ കൂടുതലായിട്ട് മോണ എക്സ്പോസ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ചിരിക്കുമ്പോഴത്തേക്ക് ഭയങ്കര അഭംഗിയായിരിക്കും. അത് എല്ലിൻ്റെ വളർച്ച കൂടുതലുള്ളതാണ് എങ്കിൽ പ്രത്യേക തരത്തിലുള്ള അപ്ലയൻസുകൾ കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും. അതായത് എല്ലിൻ്റെ വളർച്ച കറക്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓർത്തോ അപ്ലയൻസുകളുണ്ട്. അത് വെച്ച് കറക്റ്റ് ചെയ്യില്ലെങ്കിൽ മാത്രം നമുക്ക് സർജിക്കൽ കറക്ഷൻസ് ഉണ്ട്. സർജിക്കൽ കറക്ഷൻസ് എന്ന് വെച്ചാൽ ഓർത്തോനാറ്റിക് സർജറീസ് ചെയ്ത് എല്ലിൻ്റെ ലെവൽ കുറയ്ക്കാൻ പറ്റുന്നത്. അത് കുറച്ചുകൂടെ കോസ്റ്റ്ലിയാണ്. നമ്മൾ ഫുള്ളി പേഷ്യൻറ്റിനെ ഒരു OT-യിൽ കൊണ്ടുപോയി ചെയ്യുന്ന പ്രൊസീജിയറൊക്കെയാണ്. ഇതൊക്കെ വേണമെന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ, ഓരോ കേസ് ടു കേസ് ഡിഫറെൻ്റ് ആണ്.
ഇനി സ്മൈലിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ പിഗ്മെൻറ്റേഷൻസ്, നിങ്ങളുടെ ഗംസിനകത്ത് പിഗ്മെൻറ്റ്സ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ചിരിക്കാൻ ഇച്ചിരി കോൺഫിഡൻസ് കുറയുന്നു, അല്ലെ കറുത്ത കളറിലോ അല്ലെങ്കിൽ കുറച്ച് മെലാനിൻ്റെ ഡെപ്പോസിറ്റ്സ് ഉള്ളത് കൊണ്ട് നമ്മുടെ കോറൽ പിങ്ക് കളറാണ് നിങ്ങളുടെ മോണയ്ക്ക് വരേണ്ടത്. അങ്ങനത്തെ ഒരു കളർ അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ലേസർ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, ഡീപിഗ്മെൻറ്റേഷൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്ത് നമുക്കതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.